ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇൻ അവർ പ്രീവിയസ് ക്ലാസ്സസ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദി ടോട്ടൽ ഇൻകം ഓഫ് എൻ അസസി. ഇൻകം ടാക്സിനെ ചാർജ് ചെയ്യുന്നത് ഒരു അസസിയുടെ ടോട്ടൽ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ബിഫോർ കാൽക്കുലേറ്റിംഗ് ടോട്ടൽ ഇൻകം വി മസ്റ്റ് നോ അബൌട്ട് ദി ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം അറിഞ്ഞിരിക്കണം. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം മീൻസ് ഇറ്റ് ഈസ് ദി ടോട്ടൽ ഓഫ് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ്. അതായത് ഇൻകം ടാക്സ് പേർപ്പസിന് 5 ഹെഡുകളാണ് ഉള്ളത് എന്ന് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു 5 ഹെഡിൻ്റെ ടോട്ടലിനെയാണ് എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. 5 ഹെഡ്സുകൾ ഏതൊക്കെയായിരുന്നു? അതിൽ വരുന്ന 5 ഹെഡ്സുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ വരുന്നത് ഇൻകം ഫ്രം സാലറി ആയിരുന്നു. ഇൻകം ഫ്രം സാലറി ആണ്. സെക്ഷൻ 15 to 17 ആണ് ഇൻകം ഫ്രം സാലറി വരുന്നത്. സെക്ഷൻ 15 to 17 ഓഫ് ഇൻകം ടാക്സ് ആക്ട് ആണ്. ദെൻ രണ്ടാമത്തെ വരുന്നതോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. സെക്ഷൻ 22 to 27 ആണ് ഹൗസ് പ്രോപ്പർട്ടി ഡീൽ ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ വരുന്നത് ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. സെക്ഷൻ 28 to 44 ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ ക്യാപിറ്റൽ ഗെയിൻസ് ആണ്. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് സെക്ഷൻ 45 to 55 ആണ്. ദെൻ നെക്സ്റ്റ് അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് 56 to 59 ആണ്. ഓക്കെ, അതായത് ഇൻകം ടാക്സ് പേർപ്പസിന് ഈ ഒരു 5 ഹെഡിൽ മാത്രമേ ഇൻകംസ് വരുന്നുള്ളൂ. ഏത് ഇൻകംസിനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് ഒന്നുകിൽ സാലറിയിൽ വരാം, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരാം, അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷണൽ വരാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസിൽ വരാം, അല്ലെങ്കിൽ അതർ സോഴ്സിൽ വരാം. ഇതിലുള്ള ഒരു 5 ഹെഡിലുള്ള ഇൻകംസ് മാത്രമേ ഏത് ഇൻകം വന്നു കഴിഞ്ഞാലും ഉണ്ടാകും. അങ്ങനെയാണ് ഇൻകം ടാക്സിന് പർപ്പസിന് വേണ്ടിയിട്ട് ഇൻകത്തിനെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാലറി മീൻസ് any remuneration paid by an employer to his employee. ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു റെമ്യൂണറേഷനെ നമുക്ക് എന്ത് പറയാം? സാലറി എന്ന് പറയാം. ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ്. ആ ഒരു എംപ്ലോയി ചെയ്ത സർവീസിന് പകരമായിട്ട് കൊടുക്കുന്ന എന്തും. ഓക്കെ, ആൻഡ് ഇൻക്ലൂഡ്സ് എനി ബെനിഫിറ്റ്സ് ഓർ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ കൊടുക്കുന്ന എന്ത് ഫെസിലിറ്റീസും അതേപോലെ തന്നെ ബെനിഫിറ്റ്സും ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? സാലറിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നു? ഒരു എംപ്ലോയിക്ക് ഒരു ഫ്രീ ഫുഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കാർ ഫെസിലിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലവൻസ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ അലവൻസ് അല്ലെങ്കിൽ മാരേജ് അലവൻസ്, ഇതൊക്കെ സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ സാലറി മീൻസ് എന്താണ്? എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഹിസ് സർവീസ് ആൻഡ് ഇൻക്ലൂഡ്സ് all the benefits and facilities provided by the employer. Okay അല്ലേ? Then next is according to section 15. Section 15 പ്രകാരം salary includes the salary due from an employer or former employer. ഒരു എംപ്ലോയറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫോർമർ എംപ്ലോയറിൽ നിന്നോ ഡ്യൂ ആകുന്ന സാലറി ടു an assessee in the previous year whether paid or not. അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും. ഓക്കെ, സാലറി ഡ്യൂ ഫ്രം ആൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ വെദർ പെയ്ഡ് ഓർ നോട്ട്. ഇതാണ് ഒന്നാമത്തെ വരുന്നത്. ദെൻ സാലറി പെയ്ഡ് ഓർ അലോഡ് ടു ഹിം, ഓക്കെ, ഇൻ ദി പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് ആൻ എംപ്ലോയി ഓർ എ ഫോർമർ എംപ്ലോയർ ത്രൂ നോട്ട് ഡ്യൂ ഓർ ബിഫോർ ഇറ്റ് ബിക്കംസ് ഡ്യൂ ടു ഹിം. ഓക്കെ, സാലറി എന്ത് ചെയ്യുന്നു? ഡ്യൂ ആകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടോ എന്ത് ചെയ്യുന്നു? പേ ചെയ്യുന്നു. അത്തരത്തിൽ അല്ലെങ്കിൽ അലോ ചെയ്യുന്നു ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ഫോർമർ എംപ്ലോയർ. ദെൻ മൂന്നാമത്തെ വരുന്നത് എനി അരിയേഴ്സ് ഓഫ് സാലറി. ഓക്കെ, എന്തെങ്കിലും അരിയേഴ്സ് ഓഫ് സാലറി ഉണ്ടെങ്കിൽ പെയ്ഡ് ഓർ അലോഡ് ടു ഹിം ഇൻ ദി പ്രീവിയസ് ഇയർ ബൈ ഓർ ഓൺ ബിഹാഫ് ഓഫ് എൻ എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ if not charged to income tax for any earlier previous year. മുമ്പുള്ള പ്രീവിയസ് ഇയറിൽ അത് ഇൻകം ടാക്സ് ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു അരിയേഴ്സ് ഓഫ് സാലറി പ്രീവിയസ് ഇയറിൽ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഏതിൽ വരും? സാലറിയിൽ ഇൻക്ലൂഡഡ് ആകും. ഓക്കെ, അപ്പോൾ ഈ 3 കാറ്റഗറിയാണ് സാലറിയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് സാലറി ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് സാലറി.
സാലറിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സാലറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ടു കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇൻകം അണ്ടർ ദി ഹെഡ് സാലറി there must be an employer employee relationship. ഓക്കെ, ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉള്ളതിന് മാത്രമേ, അതിൽ നിന്നുള്ള ഇൻകത്തിനെ മാത്രമേ നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ ചാർജ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ഒരു MLA അല്ലെങ്കിൽ MP, ഓക്കെ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ഓക്കെ, ഈ ഒരു MLAക്കോ അല്ലെങ്കിൽ MPക്കോ കൊടുക്കുന്ന ബെനിഫിറ്റ്സിനെ നമുക്ക് സാലറി എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. കാരണം ദർ ഈസ് നോ എൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത് വേറെ ഹെഡിലായിരിക്കും ടാക്സബിൾ ആവുന്നത്. ഇവിടെ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ അത് ടാക്സബിൾ ആവുകയില്ല. കാരണം ദർ ഈസ് നോ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു കോളേജ് പ്രൊഫസറാണ്. ഓക്കെ, ആ ഒരു കോളേജ് പ്രൊഫസർക്ക് എക്സാമിനേഷൻ്റെ പേപ്പർ വാല്യൂ ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നു? ഒരു എമൗണ്ട് കൊടുക്കുന്നു. അത്തരത്തിൽ കൊടുക്കുന്ന എമൗണ്ട് എന്തല്ല? ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ ടാക്സബിൾ അല്ല. കാരണം ഇവിടെ യൂണിവേഴ്സിറ്റിയും ഈ പ്രൊഫസറും തമ്മിൽ എന്തില്ല? ദർ ഈസ് നോ എൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സിനെ മാത്രമേ നമുക്ക് സാലറി എന്ന് പറയുന്ന ഹെഡിലേക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇനി സാധാരണ നമ്മൾ ഈ ഒരു എംപ്ലോയർ എന്താകാം? ഒരു ഓർഗനൈസേഷൻ ആവാം, ഒരു പേഴ്സൺ ആകാം, ഒരു ലോക്കൽ അതോറിറ്റി ആവാം, എന്തുമാവാം, കമ്പനി ആവാം. എന്തായാലും എന്താണ്, അവിടെ ഒരു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തത് സാലറി ഫ്രം എ ഫോർമർ എംപ്ലോയർ. ഓക്കെ, സാലറി എന്തുമാവാം? ഒരു ഫോർമർ എംപ്ലോയറിൽ നിന്നും കിട്ടാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പെൻഷൻ സാധാരണ ഒരു ഫോർമർ എംപ്ലോയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കൊടുക്കുന്ന ഇൻകവും നമ്മൾ സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് എന്ത് ചെയ്യുന്നത്? ടാക്സബിൾ ആകുന്നത്. അപ്പോൾ സാലറി മേ ബി ഫ്രം ദി ഫോർമർ എംപ്ലോയറിൽ നിന്നും കിട്ടാം. നെക്സ്റ്റ് തേർഡ് വൺ ആണ് പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി ഇൻകം. സാലറി ഇൻകം അക്രൂ ചെയ്യുന്ന പ്ലേസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾ ഇന്ത്യയിൽ വർക്ക് ചെയ്തു. ഓക്കെ, ഇന്ത്യയിൽ വർക്ക് ചെയ്തു, അതിൻ്റെ ഇൻകം കിട്ടുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ അവിടെ നോ പ്രോബ്ലം, എന്താണ്, അത് ടാക്സബിൾ ആണ്. ഇന്ത്യയിലാണ് വർക്ക് ചെയ്തതും ഇന്ത്യയിലാണ് റിസീവ് ചെയ്തതും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കേസ് പറയാം. ഒരാൾ ഇന്ത്യയിൽ വർക്ക് ചെയ്തു, അതിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്നത്, അതിൻ്റെ സാലറി കിട്ടുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഓക്കെ, അങ്ങനെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ കിട്ടി, ഇന്ത്യയിൽ വർക്ക് ചെയ്തതിന് സാലറി കിട്ടിയത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും അതിനെ നമ്മൾ അണ്ടർ ദി ഹെഡ് സാലറി അത് ടാക്സബിൾ ആണ്. കാരണം ഇന്ത്യയിലാണ് വർക്ക് ചെയ്തത്. ഇൻകം അക്രൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഹെഡിലാണ് വരുന്നത്. നമ്മൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾ വാച്ച് ചെയ്യുക. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻസിഡൻസ് ഓഫ് ടാക്സിൽ പറഞ്ഞത് എന്താണ്? ഓർഡിനറിയിലും നോട്ട് ഓർഡിനറിയിലും നോൺ റെസിഡൻറ്റിലും ടാക്സബിൾ ആണ്. ഏതൊക്കെ 4 കേസ് പറഞ്ഞു? ഇൻകം റിസീവ്ഡ്, ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ്, ഇൻകം അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ. ഈ 4 കേസിലും 3 കേസിലും ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് ഇൻകം അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ വർക്ക് ചെയ്തു, അതിൻ്റെ ഇൻകം കിട്ടുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഒരാൾ ഇന്ത്യക്ക് പുറത്താണ് വർക്ക് ചെയ്തത്. ഓക്കെ, അതിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ അവിടെ എന്താണ്? ടാക്സബിൾ ആണ്. കാരണം അതേതിൽ വരും? ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നതിൽ വരും. ഓക്കെ, ഇനി നാലാമത്തെ ഒരു കേസ് പറയാം. ഒരു ഇന്ത്യൻ ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഓക്കെ, ഒരു ഇന്ത്യൻ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അതാണ് നോക്കേണ്ടത്. ഇന്ത്യൻ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അയാൾ വർക്ക് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഇന്ത്യക്ക് പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അയാളുടെ സാലറിയും കിട്ടുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഓക്കെ, ഇവിടെ ഗവൺമെൻറ് ആണ് സാലറി കൊടുക്കുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ് ആണ് സാലറി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് ഗണത്തിലാണ് വരുന്നത്? ഇൻകം ഡീംഡ് ടു അക്രൂസ് ഓർ അറൈസസ് ഇൻ ഇന്ത്യ എന്നതിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ഫോർഗോയിങ് ഓഫ് സാലറി. ദാറ്റ് ഈസ്, ഒരാൾ എന്ത് ചെയ്യുന്നു? വളണ്ടർലി ഒരു എംപ്ലോയി പറയുന്നു അയാൾക്ക് സാലറി വേണ്ട. അയാൾ വളണ്ടർലി ഫോർഗോയിങ് ചെയ്യുന്നു. എന്ത് ചെയ്യും? സാലറി ഒഴിവാക്കുന്നു. അങ്ങനെ വാങ്ങാതിരുന്നാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ഫോർ ടാക്സ്. ഒരാൾ പറയുന്നു എനിക്ക് സാലറി വേണ്ട, അയാളുടെ ഇൻകത്തിൽ നിന്ന് ടാക്സ് ഈടാക്കാതിരിക്കില്ല. കാരണം ഇൻകം ടാക്സ് ഈസ് ബേസ്ഡ് ഓൺ അക്രൂവൽ ബേസിസ് ആണ് നമ്മൾ പറഞ്ഞു. ഇൻകം അക്രൂ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഇൻകത്തിൽ നിന്നും സാലറിയിൽ നിന്നും എന്ത് ചെയ്യും? ടാക്സ് ഈടാക്കും.
ഓക്കെ, വളണ്ടറി ഫോർ ഗോയിങ് ഓഫ് സാലറി ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ഫോർ ടാക്സ്. ഓക്കെ, ആണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് സറണ്ടർ ഓഫ് സാലറി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു ഗവൺമെൻറ്റിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വന്നു. അത്തരത്തിൽ നാച്ചുറൽ കലാമിറ്റീസ് വരുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ സാലറി സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിന് സറണ്ടർ ചെയ്യുന്നു. അങ്ങനെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും, ടാക്സിൽ നിന്നും എക്സംഷൻ കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് അക്രൂവൽ ബേസിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ബേസ്ഡ് ഓൺ അക്രൂവൽ ആർ റിസീപ്റ്റ്. ഓക്കെ, വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം വരുന്നത്, റിസീവ് ചെയ്തത് ആദ്യം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് ഈടാക്കും. ഇനി ആദ്യം അക്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ടാക്സ് ഈടാക്കും. അക്രൂവൽ ബേസിസ്. ദ നെക്സ്റ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ആഫ്റ്റർ ടെർമിനേഷൻ. ഓക്കെ, ഒരു സംരംഭം എന്തെങ്കിലും ഒരു സ്ഥാപനം ടെർമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് എംപ്ലോയിക്ക് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിലും അതും എന്താവും, ഇവിടെ നമ്മൾ അണ്ടർ ദി ഹെഡ് സാലറി അത് ടാക്സബിൾ ആണ്. ഓക്കെ, അത് ചാർജ് ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സാലറി വരുന്നത്. അപ്പം ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ്, എന്താണ് സാലറി, സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, പ്രിൻസിപ്പിൾ. ഇത്രയുമാണ് ഇന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്